നമ്മൾ അറിഞ്ഞിരിക്കുന്നത് സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു സ്കിൻ പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷെ സോറിയാസിസ് ഒരിക്കലും ഒരു സ്കിൻ പ്രശ്നമല്ല. ഇതിൻ്റെ 80% കാരണം കിടക്കുന്നത് കുടലിലാണ്. ബാക്കി കുറച്ച് ഹെവി മെറ്റൽ ടോക്സിസിറ്റി അങ്ങനത്തെ പല പല കാരണങ്ങൾ കൊണ്ട് സോറിയാസിസ് ഉണ്ടാകും. പക്ഷേ ഈ കുടലിനകത്ത് ഉള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് TH17 എന്ന് പറയുന്നൊരു സെൽസാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഈ TH17 എന്ന് പറയുന്ന സെൽസാണ് ഈ IL-17 IL-22 എന്ന് പറയുന്ന ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി സെൽസുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്ത് വെച്ച് അവിടെ ഫ്ലേക്സ്, അതായത് പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിൽ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ടോ അലർജിക്ക് കുറേ മരുന്നെടുത്തത് കൊണ്ടൊന്നും ഒരിക്കലും സോറിയാസിസ് മാറത്തില്ല. സോറിയാസിസ് മാറണമെന്നുണ്ടെങ്കിൽ കുടലിനകത്ത് പല കാരണങ്ങളും ഉണ്ട്. അതിനകത്ത് ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഉണ്ടാകും, വിരയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാകും. അതേപോലെ തന്നെ പലതരം അലർജിക് ടെൻഡൻസിയിലുള്ള ഫുഡ് ഐറ്റംസ്, അതായത് ഗ്ലൂട്ടൻ, ഗോതമ്പ് മൈദ ഐറ്റംസ്, പാല്, അതേപോലെ തന്നെ പീനട്ട്സ്, അങ്ങനെ പല ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അലർജിക് ടെൻഡൻസി കാരണം ഇത് കൂടാറുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളാണ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഇത് വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അതായത് സോറിയാസിസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് 100% നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്കിന്നിനെ ചികിത്സിച്ചാൽ ഒരിക്കലും നമ്മുടെ സോറിയാസിസ് മാറില്ല. കുടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് 80% സോറിയാസിസ് ഉണ്ടാകുന്നത്. അല്ലാതെ ചുമ്മാതെ നമ്മളൊരു സ്കിന്നിനാണെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്താൽ ആയുഷ്കാലം മുഴുവനും ട്രീറ്റ് ചെയ്തിരിക്കും എന്നുള്ളതല്ലാതെ ഒരിക്കലും സോറിയാസിസ് മാറില്ല. പക്ഷേ 100% മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്താൽ അത് 100% സക്സസ് ആണ്.